ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഗ്രാനി 1 ആണ് കളിക്കാൻ പോകുന്നത്. എൻ്റെ അനിയനാണ് ഇത് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ കളിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഈസി മൂഡിലാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഹാർഡ് മൂഡും എക്സ്ട്രീം മൂഡും വേണമെങ്കിൽ കമലിൽ അടിച്ചാൽ മതി, അതും ഞങ്ങൾ കളിക്കും. ഇതിൻ്റെ എന്ന് വെച്ചാൽ 3 എസ്കേപ്പ് ഇല്ലേ, അതിന് നിങ്ങൾക്ക് സേവർ എസ്കേപ്പ് ഇല്ലെങ്കിൽ കാർ എസ്കേപ്പ് സേവർ എസ്കേപ്പ് വേണമെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി, അത് ഞങ്ങൾ കളിച്ചു പോകാം. ഇനി അടുത്ത എന്ത് ഗെയിം കളിക്കണമെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഇന്ന് നമ്മൾ ഡോർ എസ്കേപ്പ് അല്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം കിട്ടുമോ. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്പെഷ്യൽ കീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. സ്പെഷ്യൽ കീ ഗൈസ്, നമ്മൾ ഡോർ എസ്കേപ്പ് ചെയ്യും ഗൈസ്. അതെ, ഡോർ എസ്കേപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്പെഷ്യൽ കീ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൈഡറിൻ്റെ അടുത്ത് പോയി നോക്കാം അവിടെ എന്തുണ്ടാവുന്നത്. അവിടെ മെയിനായിട്ട് നമ്മുടെ ഈ റെസ്ട്രി പാഡ്ലോക്കാണ് കിട്ടാൻ ചാൻസ്. എന്നാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ ഗൈസ്, പക്ഷെ ഇവിടെ പോകാൻ വേണ്ടി നോർമലായിട്ട് പോകാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ മീറ്റ് വേണം, ഇല്ലെങ്കിൽ വെപ്പൻസ് വേണം ഗൈസ്. അപ്പോൾ നമുക്ക് അത് തേടി നോക്കാം. ഫസ്റ്റ് നമുക്ക് വെപ്പൻ കീ കിട്ടിയാൽ നമുക്ക് സ്റ്റാബിലൈസർ വെച്ച് ആ സ്പൈഡറിൻ്റെ ഡോർ അടയ്ക്കാം, ഇല്ലെങ്കിൽ ഷോർട്ട് ഗൺ വെച്ചും അടയ്ക്കാം, ഇല്ലെങ്കിൽ മീറ്റ് വേണം. അപ്പോൾ നമുക്ക് അത് പറഞ്ഞു വരുമ്പോൾ ഷോർട്ട് ഗണ്ണിൻ്റെ പാട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതിപ്പോൾ ഷോർട്ട് ഗൺ റെഡിയാക്കാം. നമ്മൾ താഴേക്ക് പോവാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ കാറിൻ്റെ ഗറാജിൽ പോകണം. അവിടെ പോയിട്ട് ഈ ഷോർട്ട് ഗണ്ണിൻ്റെ പാട്ട്. ഓ ഗൈസ്, സൗണ്ട് ഗൈസ്. ഇനി ഇപ്പോൾ ഗ്രാനി ഇവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. വരും കുറേ ചാൻസ് ഉണ്ട് ഗൈസ്. ഇപ്പോൾ ഗ്രാനി ഇവിടെ വരും ഗൈസ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ടൈമിൽ എത്തിച്ചേരും. പോയി ആരും കണ്ടു ഗൈസ്. നിങ്ങൾ അടുത്തേക്ക് പോകുമ്പോൾ വരുന്ന ദൂരത്തോട്ട് പോകുമ്പോൾ അത് കയറി പോന്നു തന്നെ ഗൈസ്, ഗ്രാനി പോയി ഗൈസ്. ഇനി നമുക്ക് ഷോർട്ട് ഗണ്ണിൻ്റെ പാട്ട് വയ്ക്കാം. ഈ അതിൻ്റെ അടുത്ത പാട്ട് ഈ ഷെൽഫിൽ കാണും. ഞാൻ പറഞ്ഞ പോലെ ആ ഷെൽഫിൽ തന്നെ ഉണ്ട് ഗൈസ്. ഇനി ഒരു പാട്ട് കിട്ടാനേ ഉള്ളൂ. അത് നമുക്ക് ആ ഓവൻ വെച്ചിരിക്കുന്ന താഴെ ആ കബോർഡിൽ കിട്ടും ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ആ ഷോർട്ട് ഗണ്ണിൻ്റെ തേർഡ് പാട്ട് എടുക്കണം ഗൈസ്. കിച്ചണിലും ഉണ്ടാവും ഗൈസ് ഷോർട്ട് ഗണ്ണോടെ തേർഡ് പാർട്ട്. നമുക്ക് കാണാം ഗൈസ്. അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും ഗൈസ്, നമുക്ക് കാണാം. അതാ ഗൈസ്, ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ ചേച്ചി പറഞ്ഞപ്പോൾ അതാ ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ബേസ്മെൻറ്റിലേക്ക് പോവാം. നമുക്ക് പോവാം. ഇപ്പോൾ ഗൈസ് നമ്മൾ ബേസ്മെൻറ്റിൽ എത്തി ഗൈസ്. നമ്മൾ ഷോർട്ട് ഗൺ ഇവിടെ ഇപ്പോൾ റെഡിയാവും. നമ്മുടെ ഷോർട്ട് ഗണ്ണിൻ്റെ ലാസ്റ്റ് പാട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഗ്രാനിയെ തീർത്ത് കളയാം ഗൈസ്. ഇപ്പോൾ ഗ്രാനി ഇവിടെ വിളിച്ച് അത്രേ ഉള്ളൂ ഗൈസ്. ഗ്രാനി എന്തെങ്കിലും ലാസ്റ്റായി പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഷോർട്ട് ഗൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്രാനിയെ കൊണ്ടിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുക്കാം. എവിടെ ഗ്രാനി? ഈ കിളവി ആവശ്യത്തിന് ടൈം മാത്രം വരത്തില്ല, ആവശ്യമുള്ള ടൈം ഇതാ വന്ന് ഗ്രാനി ലാസ്റ്റ് എന്തെങ്കിലും പറയാനുണ്ടോ? ശരി, ഒന്നും പറയില്ലല്ലോ. 2 പ്രാവശ്യം കൊന്ന 4 മിനിറ്റ്സ് ആവില്ലേ? ആകത്തില്ല. അപ്പോൾ ഇനി നമുക്ക് പോവാം. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഷോർട്ട് ഗൺ കിട്ടിയില്ലേ? സ്പൈഡറിൻ്റെ അടുത്ത് പോവാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് സ്പൈഡറിൻ്റെ അടുത്ത് പോവാം. ഷോർട്ട് ഗൺ ഉണ്ട് ഗൈസ്, അതുകൊണ്ട് നമുക്ക് ആ ഡോർ ഷട്ട് ചെയ്യാം. ഷോർട്ട് ഗണ്ണിൻ്റെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഡോർ നമുക്ക് ഷട്ട് ചെയ്യാൻ പറ്റും.
ഗൈസ് ഇത്ര പെട്ടെന്ന് 2 മിനിറ്റ്സ് ആയോ ഗൈസ്? ഗ്രാനി ഇങ്ങനെ ഡിസപ്പിയർ ആയി കളഞ്ഞു. ഗ്രാനി വിട്ട് കൊടുക്കില്ല ഗൈസ്. ഗ്രാനി മുമ്പിൽ വന്നാൽ നമുക്ക് അടിച്ചു കളയാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കയ്യിൽ ഷോർട്ട് ഗൺ ഉണ്ട്, ലോഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഇനി സ്പൈഡറിൻ്റെ അടുത്ത് പോവാം. എന്നിട്ട് ആ ഡോർ ഷട്ട് ചെയ്തിട്ട് അവിടെ വെഞ്ച് എന്തെങ്കിലും കാണും. അങ്ങനത്തെ സാധനങ്ങളെ കാണത്തുള്ളൂ. വെഞ്ച് നോക്കാം. ഞാൻ പ്രെഡിക്റ്റ് ചെയ്തതാണ്. അപ്പോൾ സ്പൈഡറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ആ ഡോർ ഷട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ സ്പൈഡർ നമ്മൾ തീർത്ത് കളയും ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഡോർ ഷട്ടായിട്ടുണ്ട്. ഓ ഗ്രാനി ഇപ്പോൾ വരും. നമ്മളടുത്ത് ആമോ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഫ്രഞ്ച് തന്നെയാണ് ഗൈസ്. ഇതിൽ ഫ്രഞ്ച് തന്നെയാണ് ഉള്ളത് ഗൈസ്. നമ്മൾ ഗ്രാനി തീർത്ത് കളയാം ഗൈസ്. ഗ്രാനി ഈ സൗണ്ട് കേട്ട് ഇവിടെ എന്തായാലും വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാനി തീർത്ത് കളയാം. എവിടെ ഗ്രാനി കളർ? എന്തിനാ അടിച്ചേ? അറിയാതെ അടിച്ചു പോയി. ഓക്കെ ഗൈസ്, ഇത് കഴിഞ്ഞ് നമുക്ക് ആഞ്ചലീനയുടെ അടുത്ത് പോകണം. കാരണം അവിടെ പാഡ്ലോക്ക് കിടക്കാൻ 100% ചാൻസ് ഉണ്ട്. അത് തന്നെ, ഗ്രാനി വരുന്നില്ലല്ലോ. കിളവി ആവശ്യത്തിന് വരത്തേ ഇല്ല. എവിടെ പോയി കിടക്കുന്നുണ്ടോ ഗ്രാനി? ഗ്രാനി ആ, അപ്പോൾ നമുക്ക് താഴെ പോയി അടിച്ചു കളയാം. ഇവിടെ വേണ്ട. എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ചുമ്മാ ടൈം കളയുന്നത്. നമുക്ക് ഗ്രാനിൻ്റെ അടുത്ത് പോയി തന്നെ അടിച്ചു കളയാം ഗ്രാനി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഗ്രാനി അടിച്ചു കളയാം. ഗ്രാനി ഇതാ വരുന്നു ഗൈസ്. ഇനി നമുക്ക് ആഞ്ചലീനയുടെ അടുത്ത് പോവാം. ഗ്രാനി ചവിട്ടി. ഇനി നമുക്ക് നേരെ ബുക്ക് എടുത്ത് ആഞ്ചലീനയുടെ അടുത്ത് പോവാം. അവിടെ നമുക്ക് പാഡ്ലോക്ക്. അയ്യോ, ഫസ്റ്റ് നമ്മൾക്ക് സ്ക്രൂ ഡ്രൈവർ എടുക്കണ്ടേ? ഫസ്റ്റ് നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ആഞ്ചലീനയുടെ അടുത്ത് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ആഞ്ചലീനയുടെ അടുത്ത് പോകാം. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഫസ്റ്റ് നമുക്ക് ആ ടണലിലും പോയി നോക്കാം എന്തുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് മതി ആഞ്ചലീനയുടെ അടുത്ത്. അപ്പോൾ ഗൈസ്, സ്ക്രൂ ഡ്രൈവർ അയ്യോ മിസ്സായി ഗൈസ്. ഒരു ആമോ പോയി ഗൈസ്. ഞാൻ ആമോ വേസ്റ്റ് ചെയ്യുന്നു ഗൈസ്. അപ്പോൾ ഇനി 2 ആമേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി സ്ക്രൂ ഡ്രൈവർ ഷൂട്ട് ചെയ്ത് ഇടാം ഗൈസ്. ഇപ്പോൾ ഗ്രാനി ഇപ്പോൾ വേക്കപ്പ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഷൂട്ട് ചെയ്തിടാം. അവിടെ വെച്ച് ഷൂട്ട് ചെയ്താൽ കിട്ടത്തില്ല, മിസ്സാവും പറഞ്ഞ. ഓ കിട്ടി ഗൈസ്, കിട്ടി. നമുക്ക് സ്ക്രൂ ഡ്രൈവർ കിട്ടി. ഉരുണ്ട് പോകുന്നത് ഗൈസ്. നമുക്ക് സ്ക്രൂ ഡ്രൈവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അവിടെ എന്തുണ്ടെന്ന് നോക്കാം. അവിടെ ചിലപ്പം റെസ്ട്രി പാഡ്ലോക്കി കാണും ഗൈസ്. അവിടെ ഗൈസ് അവിടെ റെസ്ട്രി പാഡ്ലോക്കി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ആഞ്ചലീനയുടെ അടുത്ത് പോവാം. അവിടെ 100% പാഡ്ലോക്കി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. 100% അടിച്ചു പറയാം. കാരണം ഇതുപോലത്തെ റെയർ സാധനങ്ങൾ ആഞ്ചലീനയുടെ അടുത്താണ് ഗ്രാനി വെച്ചിട്ടുണ്ടാകുക. അതുകൊണ്ടായിരിക്കും ആഞ്ചലീനയെ ന്യൂ അപ്ഡേറ്റ് ആയിട്ട് എടുത്തത്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഈ ബുക്ക് വെച്ചിട്ട് ആഞ്ചലീനയുടെ അടുത്ത് പോകാം. ബൈ ദ വേ ഗൈസ്, ഞങ്ങൾ ഗ്രാനി 2ഉം ഗ്രാനി 3ഉം കളിച്ചിടും ഗൈസ്. എവിടെ പോണു ബുക്ക് എടുത്തിട്ട്? ഗൈസ്, ഇവ വേറെ ലോകത്തിലാണെന്ന് തോന്നുന്നു. ബുക്ക് എടുത്ത് മേലെ പോകുന്നു. ആർക്ക് ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ആഞ്ചലീനയെ ഫ്രീ ആക്കി കളഞ്ഞു. ഇനി ആഞ്ചലീന വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം.
അതാണ് ഭയങ്കര ഉള്ള ഗൈസ്. അപ്പോൾ ആഞ്ചലീന കീ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ കീ എടുക്കാം. അയ്യോ ഗ്രാനി വരുന്നു ഗൈസ്. കറക്റ്റ് ടൈമിൽ ഗ്രാനി വരുന്നു. പോയി ഗൈസ്. ഇനി നമുക്ക് ഒളിച്ചിരുന്നാലേ പറ്റുള്ളൂ. വേറെ വഴിയില്ല. നമുക്ക് ഒളിച്ചിരുന്നാലേ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ ഗ്രാനി പോയി. ഇനി നമുക്ക് ആ കീ എടുക്കാം. ഗ്രാനി വന്നാതിരുന്നാൽ കൊള്ളാം ഗൈസ്. ആഞ്ചലീന അതിന് മുമ്പ് ഡിസപ്പിയറും ആയി ഗൈസ്. അപ്പോൾ നമുക്ക് സ്പൈഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് സേവറിൻ്റെ അവിടെ പോകാം. ഒരു ഗ്രാനി 2 ട്രാപ്പ് ഇട്ടുകൊണ്ട് പോയി ഗൈസ്. പോയി പിന്നെയും വരുന്നത് ആ കിളവി. പോയി നമുക്ക് ഇവിടെ ഹൈഡാം. ബോക്സിൻ്റെ അകത്ത് ഹൈഡാവാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഹൈഡാം. ഇവിടെ നിന്ന് ഹൈഡായാൽ പിന്നെ നമുക്ക് ബാത്റൂമിൻ്റെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഗ്രാനി ആ ബാത്റൂമിൻ്റെ അവിടെ വരും. ഓക്കെ ഗൈസ്. അപ്പോൾ ഗ്രാനി അവിടെ നിന്ന് പോയി. ഇനി നമുക്ക് നേരെ സേവറിൽ പോകും. ഗ്രാനി കുറേ ട്രാപ്പ് ഇട്ട് ഗൈസ്. പോയി കയ്യിൽ നിന്ന് പോയി. കുറേ ട്രാപ്പ് ഇട്ടിട്ടുണ്ട്. നോക്കൂ ഗൈസ്. നമുക്ക് ഇനി ബാത്റൂം വഴിയേ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് പോയാൽ ഫ്ലോർ ക്രീപ്പാവും കറക്റ്റ്. ഓക്കെ ഗൈസ്, കുഴപ്പമില്ല. ഇനി നമുക്ക് ഷോട്ട് ഗൺ കിട്ടി ഗൈസ്. ഇനി ഇതിൽ ആമോ ലോഡ് ചെയ്തിട്ട് ഗ്രാനിയെ തീർത്ത് കളഞ്ഞിട്ട് നമുക്ക് നേരെ സേവറിൽ പോകാം. അപ്പോൾ ഒരു ആമോ ഇവിടെ ലെഫ്റ്റ് ആയിട്ടുണ്ട്. അത് നമ്മളെ ഭാഗ്യം ഗൈസ്. ഈ ടി വി ഓൺ ആക്കാൻ പറ്റുമോ? ടി വി പൊട്ടിക്കാൻ പറ്റുമോ? ഓക്കെ. ഈ ടി വിയുടെ അകത്ത് എന്തെങ്കിലും ഈ കിളവ് ഒളിച്ച് വെച്ചിട്ടുണ്ടാവും. അറിഞ്ഞൂടാ, ഒരു ഡൗട്ട് ഗൈസ്. അപ്പോൾ ഗ്രാനി ഇവിടെ വരുമ്പോൾ ഗ്രാനി അവിടെ ഉണ്ട് ഗൈസ്. ഗ്രാനി ഓക്കെ ഗൈസ്. ഇനി നമ്മൾക്ക് കാര്യങ്ങളൊക്കെ ഈസിയായി. ഇനി നമ്മൾക്ക് ആ സ്പൈഡർ കീ എടുത്തിട്ട് നേരെ ഇതിൻ്റെ എവിടെ സേവറിൽ പോയാൽ മതി. അപ്പോൾ കാര്യങ്ങൾ ഈസി ആയിട്ടുണ്ട് ഏകദേശം. ഇനി അവിടെ നിന്ന് നമുക്ക് പാറ്റ്ലോക്ക് കീ കിട്ടും. അപ്പോൾ പോവാം. കിട്ടുമെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ, കിട്ടുമെന്ന് തോന്നുന്നു. സ്ക്രൂ ഡ്രൈവർ ഇവ എപ്പോൾ നോക്കിയാലും സ്ക്രൂ ഡ്രൈവർ മറക്കും ഇതിനകത്ത് പോവാൻ ഗൈസ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ പാറ്റ്ലോക്ക് ഇങ്ങനത്തെ റെയർ കീ കിട്ടാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഗൈസ് ഞങ്ങൾ ഫൈനലി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ആ കിളവിയും ഇവിടുന്ന് പോകും ഗൈസ്. ഇപ്പോൾ പോകും, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് നേരെ ആ എസ്കേപ്പ് ഡോറിൻ്റെ അവിടെ പോകാം. ഇവിടെ സേവർ എസ്കേപ്പിൻ്റെ ഗൈസ്. അപ്പം ആഞ്ചലീന നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് അവിടെ പോവാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നോക്കാം. ചിലപ്പോൾ പാറ്റ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഈ ശബ്ദം വരുന്നില്ല ഗൈസ്. അത് കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ട് ഓക്കെ ഗൈസ്. ഇപ്പോൾ നമുക്ക് പാറ്റ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഫൈനലി നമുക്ക് പാറ്റ്ലോക്ക് കിട്ടി. ഗ്രാനിയിൽ ഡിഫിക്കൾട്ടായിട്ട് കിട്ടുന്ന കീ ആണ് ഗൈസ് ഇത്. ഫൈനൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരെ എടുത്തിട്ട് പാറ്റ്ലോക്ക് അൺലോക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇത് മെയിൻ ഡോറിൽ കൊണ്ടുപോകാം. ഇപ്പോൾ ഇതിൻ്റെ ഗ്രാനി ഇപ്പോൾ വരും ഗൈസ് ഇവിടെ. ഇനി നമുക്ക് എലിവേറ്ററിൻ്റെ അവിടെ പോവാം. ഓക്കെ എനിക്ക് പാസ്വേഡ് അറിഞ്ഞു ഗൈസ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എലിവേറ്ററിൽ സക്സസ്ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ആഞ്ചലീനയുടെ അവിടെ എന്തിനാ താഴെ പോയത്? ഞാൻ ഇവിടെ മാറി വന്നു.
അപ്പോൾ നമുക്ക് ഹാമർ എടുക്കാം. ചിലപ്പോൾ അതിൽ ഹാമർ ഉണ്ടാവും. അത് ഹാമർ ഉണ്ടാകാനുള്ള ചാൻസ് കാരണം നമ്മൾ താഴെ മറ്റേ എൻജിൻ പണിയുണ്ടാവും. അതുകൊണ്ട് അവിടെ ഹാമർ ഉണ്ടാവും. എത്ര ഹാർഡ് വർക്ക് അറിയാമോ ഗൈസ് ഇതൊക്കെ. ഇതിന് ഭയങ്കര ഹാർഡ് വർക്കാണ്. ഈ ആഞ്ചലിനയുടെ അടുത്ത് പോയാൽ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കും ഗൈസ്. അത് എപ്പോൾ വന്നുകൊണ്ടേയിരിക്കും, പുറയൊന്നും വിടത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ സക്സസ്ഫുള്ളി വിഞ്ച് ഹാൻഡിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്ത് പോയി ഹാമർ എടുക്കാം. അതിലേക്ക് ചിലപ്പം ഹാമർ കാണും ഗൈസ്. അപ്പോൾ നമ്മൾ പുറത്ത് വന്നു ഗൈസ്. ഇവിടെ ശബ്ദം ഉണ്ടാക്കി ഇവിടെയും ഗ്രാനി വരും ഓഫ് കോഴ്സ്. അപ്പോൾ നമുക്ക് എടുക്കാം ഹാമർ. ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിന് ഹാമർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഹാമർ വെച്ച് നമുക്ക് ആ ഡോറിൻ്റെ പ്ലാങ്ക് ഉടച്ച് വയ്ക്കാം. ഈ വയ്യ പോകാം ഗൈസ്, കാരണം ആ വഴി പോകാൻ ഡേഞ്ചറസ് ആണ്. ഓ, ഇപ്പോൾ ഗ്രാനി ഇവിടെ വരും. നല്ല ചാൻസ് ആണ്. അവിടേക്ക് പോകാൻ പറ്റുള്ളൂ ഗൈസ്, നല്ല ചാൻസ് ആണ്. ഗ്രാനി ഇപ്പോൾ ഇവിടെ വരും ഗൈസ്. ഇവിടേക്ക് വരും ഗൈസ്. ഇതാ വരും, ഇപ്പോൾ വരും, ഇപ്പോൾ വരും. എനിക്ക് വയ്യ ഗൈസ്. ഗ്രാനി ഇപ്പോൾ വരും. ഗൈസ്, അങ്ങനെ നമ്മൾ ഗ്രാനി പോയി. ഇനി നമുക്ക് ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ആ ഡോറിൻ്റെ പ്ലാങ്ക് ഉടക്കാം. ഓ ഗൈസ്, ട്രാപ്പ് ഉണ്ട് ഗൈസ്. ജസ്റ്റ് മിസ്. കിളവി എവിടേക്കോ ട്രാപ്പ് കൊണ്ട് ഇടുന്നേ. ട്രാപ്പ് പോകുന്നവരെ ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓ മൈ ഗോഡ്, ഗ്രാനി ഇപ്പോൾ വന്ന് ഹാമറിനെ അടിക്കും. ഇതാണ് ട്രിക്ക് ഗൈസ്. ഇനി ആ ഹാമർ എടുക്കാൻ പറ്റുമോ അവിടെ നിന്ന്? എടുക്കാം ഗൈസ്. അങ്ങനെ ട്രാപ്പ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡോറിൻ്റെ പ്ലാങ്ക് ഉടച്ച് എടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ പ്ലാങ്ക് സക്സസ്ഫുള്ളി എടുത്തിട്ടുണ്ട്. എസ്കേപ്പ് ആവണം ഗൈസ്. ഇപ്പം എവിടെയെങ്കിലും പോയി ഹൈഡ് ആണ്. അവിടെ ഉണ്ട് കിളവി അവിടെ ഉണ്ട്. ഓക്കെ സ്പൈഡറിന്റെ അവിടെ ബുള്ളറ്റ് ഉണ്ടാവും ഗൈസ്. അപ്പൊ നമുക്ക് അവിടെ ബുള്ളറ്റ് എടുക്കാം. ഒരു ബുള്ളറ്റ് ഉണ്ട്. ലാസ്റ്റ് ബുള്ളറ്റ് ഉണ്ട്. ഇതാണ് ലാസ്റ്റ് ബുള്ളറ്റ്. ഗ്രാനി നമുക്ക് താഴെ പോയി കൊല്ലാം. എന്തിന് വേസ്റ്റ് ചെയ്യുന്ന ടൈം? താഴെ പോയിട്ട് കൊല്ലാം. ഇവിടെ കൊല്ലാം. അങ്ങനെ ഗ്രാനി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഷൂട്ട് ചെയ്യാം. അത്രയുള്ളൂ. ഗ്രാനി നമ്മൾ തീർത്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ നേരെ പോയിട്ട് എന്ത് ചെയ്യും? പറ. നേരെ പോയിട്ട് ഹാമർ എടുക്കും. ഹാമർ എടുത്ത് എസ്കേപ്പ് ചെയ്യും. ഹാമർ എടുത്ത് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പാഡ്ലോക്ക് എവിടെ ഇട്ട്? പാഡ്ലോക്ക് ഒക്കെ എനിക്കറിയാം. ഓക്കെ, പാഡ്ലോക്ക് നമുക്ക് മാസ്റ്റർ ഗെയിം പാഡ്ലോക്ക് ഗെയിം മാത്രം മതി. അപ്പോൾ മാസ്റ്റർ ഗെയിം കട്ടിംഗ് പ്ലേസ് മാസ്റ്റർ കീ എവിടെ ഉണ്ടാവും അറിയത്തില്ല ഗൈസ്. കട്ടിംഗ് പ്ലേസ് വേണം ഗൈസ്. ചെയിൻ കട്ടർ പോരെ ഗൈസ്. അപ്പോൾ അവിടെ എന്തുണ്ട്? സേഫ് ലോക്കർ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് കോക്ക് വീൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് കട്ടിംഗ് പ്ലെയേഴ്സ് വേണം അവിടെ വയർ ഉടയ്ക്കാൻ. കാരണം സേഫ് ലോക്കറിൻ്റെ അകത്ത് എന്തെങ്കിലും കാണും. അപ്പോൾ ഗ്രാനി വരും ഗൈസ്. നമ്മൾ അവിടെ നിന്ന് ആ
സേഫ് ലോക്കർ എടുത്ത ഗ്രാനി വരും CCTV കണ്ടിട്ട്. കട്ടിംഗ് പ്ലേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മേലെ പോവാം. പക്ഷേ ഒരു 2 minutes 30 seconds ഇവിടെ കാണത്തില്ല, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ നമ്മൾ ഇവിടേക്ക് പോകും. ഗ്രാനി ഇപ്പോൾ വരും ഗൈസ്. ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കി ഗൈസ്. നമ്മൾ ഇനി എവിടെ പോകുമ്പോഴും സൗണ്ട് പോയി ഗ്രാനി ഇപ്പോൾ വരും ഇവിടെ ഗൈസ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സേഫ് ലോക്കറിൻ്റെ അവിടെ പോവാം. ഗ്രാനി ഇപ്പം മേലെ വരും ഗൈസ്, കാരണം അവിടെ മേലെ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ. ഇനി നമുക്ക് നേരെ സേഫ് ലോക്കറിൻ്റെ അവിടെ പോയിട്ട് അവിടെ എന്തുണ്ടെന്ന് നോക്കാം ഗൈസ്. ഗൈസ് നമുക്ക് കാർ കീ കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന്. കാർ ഇപ്പോൾ നമുക്ക് കാർ കീ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാറിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് നോക്കാം. കാർ കീ കിട്ടി ഗൈസ്. എങ്ങനെയാണ് കാറിൻ്റെ അകത്ത് മാസ്റ്റർ കീ ഗൈസ്. നമുക്ക് മാസ്റ്റർ കീ കിട്ടിയിട്ടുണ്ട് ഫൈനലി. നമ്മളിപ്പോൾ എസ്കേപ്പ് ആവും ഗൈസ്. ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് നമ്മളിപ്പോൾ എസ്കേപ്പ് ആവും. നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഈ പാഡ്ലോക്ക് കീയും മാസ്റ്റർ കീ ഇട്ടാൽ മതി. നമ്മൾ Day 2 എസ്കേപ്പ് ആവും ഗൈസ്. യെസ് ഗൈസ് എനിക്ക് അറിയത്തില്ല ഗൈസ് Day 2 എസ്കേപ്പ് ആണോ ഇല്ലയെന്ന്. നമുക്ക് നോക്കാം ഗൈസ്, നോക്കാം, എന്തായാലും നോക്കാം. കാരണം നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി 2 സാധനം കിട്ടി. ഇനി അത് ഡോറിൽ അപ്ലൈ ചെയ്താൽ മതി. ഈ മേലേക്ക് പോകണം, അവിടെ കട്ടിംഗ് പ്ലേസ് ഉണ്ട്. അതാണ് പറഞ്ഞ പാഡ്ലോക്ക് കീ ഫസ്റ്റ് അവിടെ വെക്കാൻ, മെയിൻ ഡോറിൻ്റെ അവിടെ. നമുക്ക് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാം ഗൈസ്. എൻ്റെ തലയിലുണ്ട്. ഗ്രാനി പോയി ഗൈസ്, ഗ്രാനി പോയി. ഇനി നമുക്ക് എവിടെയോ ട്രാപ്പ് ഇട്ട് ഗൈസ്. ഗ്രാനി എവിടെയോ ട്രാപ്പ് ഇട്ട് ഗൈസ്. അങ്ങനെ നമ്മൾ പാഡ്ലോക്ക് എടുത്ത് മേലെ വന്നിട്ടുണ്ട് ഗൈസ്. ട്രാപ്പ് ഇട്ടിട്ടുണ്ട്. അയ്യോ പോണ് ഗൈസ്. അങ്ങോട്ടാണ് പോയത്. അത് മേലെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം ഗൈസ്. അങ്ങനെ ഗ്രാനി മേലെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് സൗണ്ട് ഉണ്ടാക്കി പാഡ്ലോക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് ഗൈസ്. ഇനി നമ്മളെ മാസ്റ്റർ കീ മാത്രം ഇപ്പോൾ ഒരു കീ മാസ്റ്റർ കീ നമുക്ക് കിട്ടി. ഇനി അത് ഡോറിൽ അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ എസ്കേപ്പ് ആവും ഗൈസ്. കട്ടിംഗ് പ്ലേസ് എന്തിന്? ആ ലൈറ്റ് കട്ട് ചെയ്തില്ലല്ലേ. അപ്പോൾ നമുക്ക് കട്ടിംഗ് പ്ലേസ് ഉണ്ട്. ഗ്രാനി വരുന്നുണ്ട്. ഒളിച്ചു നമ്മൾ ഗ്രാനി എവിടെയോ ട്രാപ്പിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കട്ടിംഗ് പ്ലെയർസ് എടുക്കാം. ഇവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ് കട്ടിംഗ് പ്ലെയർ. CCTV ഇനി കാണാൻ പറ്റില്ല എനിക്ക്. ഒരു പ്രാവശ്യമേ CCTV യൂസ് ഉള്ളൂ. എവിടെയോ പോയി കളി. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് കട്ടിംഗ് പ്ലെയർ കിട്ടിയിട്ടുണ്ട്. കാര്യങ്ങൾ ഈസി ആയിട്ടുണ്ട്. ഇനി ആ കട്ടിംഗ് പ്ലെയർ വെച്ച് ആ വയർ നമ്മൾ കട്ട് ചെയ്തില്ലായിരുന്നു, അതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്യാം. ഫ്ലോർ ക്രീക്കായി ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത് ഓക്കെ ഗൈസ്. ഇനി താഴത്തെ അത് കട്ട് ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഈ ഒരു സൗണ്ട് ഇപ്പോൾ ഗ്രാനി ഇങ്ങോട്ട് വരും ഗൈസ്. ഓക്കെ ഇനി നമ്മൾ എസ്കേപ്പ് ആവും ഗൈസ്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ആ മാസ്റ്റർ കീ മാത്രം മതി ഗൈസ്. നമുക്കത് കിട്ടി. ഇനി നമുക്ക് അത് വെച്ച് എസ്കേപ്പ് ആയാൽ മതി. ഓക്കെ ഗൈസ്, ഗ്രാനി പോയി. ഇത് നമുക്ക് ആ മാസ്റ്റർ കീ എടുത്തിട്ട് മേലെ പോയിട്ട് ലോക്ക് ചെയ്ത് എസ്കേപ്പ് ആവാം ഗൈസ്. അപ്പം നമ്മൾ പോവാണ് ഗൈസ്. ഈ വീട്ടിൽ നിന്ന് നമ്മൾ പോവാണ് ഗൈസ്. ഗ്രാനി എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ പോവാണ്. ബൈ. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആയി ഗൈസ്. അത്രേ ഉള്ളൂ ഗൈസ്. Day 2 തന്നെ നമ്മൾ എസ്കേപ്പ് ആയി. Day 2 എസ്കേപ്പ് ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഞാൻ ന്യൂബാണോ പ്രോ ആണോ
എൻ്റെ അനിയൻ ന്യൂ പവർ പ്രോ ആണ്. നിങ്ങൾ കമന്റ് ചെയ്തോ ഗൈസ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ് അങ്ങനെ ഫൈനലി ഞങ്ങൾ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആയി ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ഡോർ എസ്കേപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ഇതിൻ്റെ കാർ എസ്കേപ്പ്, സേവർ എസ്കേപ്പ് ഞങ്ങൾ ഉടനെ ഇടും ഗൈസ്. ഗ്രാനി 2ഉം 3ഉം നമ്മൾ കളിച്ചിടും ഗൈസ് നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോഴത്തേക്ക്